ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ വന്ന് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ കോക്ടെയിൽ കുടിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഇന്ന് കോക്ടെയിൽ കുടിക്കാനായിട്ട് വന്നതാണ്. നിർബന്ധിച്ച് കോക്ടെയിലിന് വേണ്ടി വെപ്പിച്ചതാണ്. എന്നുവെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് തോന്നുന്നത്. ഫസ്റ്റ് വീഡിയോ അതിൽ കോക്ടെയിൽ ഏതാണ് ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കുടിച്ചില്ല, എന്നാൽ ഇനിയും കൂട്ടിക്കാണ്ടൊന്നും ഒരു ദിവസം പോയി കുടിക്കണം എന്ന് കുറേ മുന്നേ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പ്ലാൻ ചെയ്താണ് ഇവിടെ ഇന്ന് കുടിക്കണം എന്നുള്ളത്. അപ്പോൾ കോക്ടെയിൽ കുടിക്കാനായിട്ടും പിന്നെ കണ്ണൂരൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങി കാണാമല്ലേ, അതല്ല ലീവല്ലേ, അപ്പം അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. ഓക്കെ, പോയില്ലേ, ഇങ്ങോട്ടാണ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതിലൂടെ ഒക്കെ വന്നത്. ഞാൻ ഇങ്ങനെ റോട്ടിലൂടെ ഒക്കെ നടന്ന് പറയാൻ പറ്റില്ല, നിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണും. കാണിച്ചരാ, ഞാൻ വ്യൂസ് നോക്കുകൊണ്ട്. യെസ്, ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരെ വരികയാണ്. അപ്പോൾ ഇങ്ങോട്ടല്ലായിരുന്നോ? ഇങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ട് തന്നെ. അപ്പം അതിന് മുന്നേ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനൊന്ന് കാണണം. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനൊന്ന് കാണണം. ഫ്രണ്ടിനെ പോയി കണ്ടിട്ട് നമുക്ക് കോക്ടെയിൽ, ഏതായാലും വന്നതല്ല, അപ്പോൾ അവനക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചളി കേട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. നമ്മളെ കേരളത്തിലുള്ള റോഡുകൾക്ക് ഒരു ഞാനേ ഇവളോട് പറഞ്ഞ ചെറിയൊരു 3 മിനിറ്റ് ആയിട്ടില്ല, 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ നമ്മളോട് പറഞ്ഞ ചെറിയൊരു വീഡിയോ എടുക്കുക 2-3 മിനിറ്റിൻ്റെ എന്ന് പറഞ്ഞു. തുറന്നാലും ഞാൻ മിണ്ടൂല എന്നാണ്. എന്താ ഞാൻ ചെയ്യാ, പിന്നെ അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ, നമുക്ക് ഏതായാലും പോയിട്ട് അവനൊക്കെ ഒന്ന് വിളിച്ചു. ഇങ്ങനെ നമ്മൾ ബസ് യാത്രയിലാണ്. ബസ് യാത്രയിൽ അല്ലെങ്കിൽ എൻ്റെ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പേവുണ്ട്. അതങ്ങനെ തന്നെയാണ്. ഒരു ഫ്രണ്ടിലുള്ള സാധനമുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ പോയ കേട്ടോ, നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു. കാണാത്ത സ്ഥലങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ അല്ലേ, ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്ക് വരും. എന്നിട്ട് ആദ്യമായിട്ട് എന്ത് പറഞ്ഞു AKG ആശുപത്രി കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചോരമണാണ്. അതേ കളർ തന്നെ, ഒരു ചുവപ്പ് മൊത്തത്തിൽ. ഇവിടെ നമ്മൾ പോണ സമയത്ത് മരമൊക്കെ ഉണങ്ങണ്ട, അതിൻ്റെ മേലെ കാളുണ്ട്. ക്രെയിനല്ലേ ഇത് സാധനം, ക്രെയിൻ ഇതുവരെ കാണാത്ത രക്ഷിക്കാൻ. ആ ക്രെയിനെ കണ്ടിട്ട് ചങ്ങായി അതിന്റെ മരത്തിന്റെ മേലെ രക്ഷിക്കാൻ കയറിയതാണ് അവിടെ. ഇവളൊക്കെയാണെങ്കിൽ ഞാൻ കോക്ടെയിൽ കുടിച്ചാൽ പോകണം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്, നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോവാം. നീന്തറിയാൻ അവിടെയാണ് ഇത്. അതാ എന്നാൽ ഞങ്ങൾ അടിപൊളി സ്ഥലം. ഈ കൂടി എങ്ങനെ ഇറങ്ങുക? അവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലേ. തേക്ക് വീണാലിപ്പോൾ എന്താ കാട്ടുക? അതിലൂടെ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. നോക്കി വരണേ, ശ്രദ്ധിച്ചിറങ്ങിക്കോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞമ്മക്ക് പിന്നെ അത് പുതുമുള്ള കാര്യമൊന്നുമല്ല. ഇവര് മറ്റേ കടലും അല്ല, എന്താ ഇതും അല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കണവർക്ക് ഇതൊക്കെ ഒരു പുതുമായിട്ട് തോന്നുന്നു. നമുക്കിത് സ്ഥിരം എല്ലാ മഴക്കാലത്തും നമ്മൾ കാണുന്ന ഒരു നല്ല രസമുള്ള സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ഈ കാണുന്നൊരു സ്ഥലം. അപ്പോൾ ഇതാണ് മക്കളെ. കണ്ടങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരിത് തോന്നണമെന്നില്ല, പക്ഷേ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഭയങ്കര ഒരു രസമുണ്ട്. വെതുക്കണ്ടട്ടാ, തേക്കി പോകണ്ടേ, നീന്തം കൂടി അറിയാത്താണ്. ഇവിടെ ആയുണ്ടോ ആയില്ലെന്നൊന്നും നമുക്കറിയില്ല. വീഡിയോ എടുക്കണം പോത്തിന്. എൻ്റെ കൂട്ടുകാരൻ
വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് കൊടുന്നിട്ടില്ല. കൂട്ടുകാരൻ്റെ വീട് അവിടെയാണ്, അവിടെ കാണുന്ന ഒരു വീടാണ്. ഇത് വലിയ ആയില്ല എന്നാ തോന്നുന്നത്. ഇതാണ്, ഞാൻ വീഡിയോ എടുക്കട്ടെ എൻ്റെ ഫോട്ടോ. ഇതിനെ കുന്തിട്ടാലോ ഞാൻ തള്ളിയിടും, ഞാൻ പോവും. ഓ മാക്കുപ്പാക്കും, എന്നാലും ഞാൻ ഒറ്റാവുന്നല്ല. ഞാൻ എന്താ അങ്ങനെ കേട്ടെ. ഇതൊക്കെ എടോ അങ്ങോട്ട് നോക്ക്, അത് നല്ല രസമുണ്ടാ ആ സ്ഥലം. നോക്ക് നോക്ക് നിങ്ങള്, അടിപൊളി സ്ഥലം. പക്ഷെ ഇവർക്കൊന്നും ഇത് എന്താ വെച്ചാല് കണ്ണ് ഉണ്ടാവുമ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി, അതേമാതിരിയാണ് ഇവർക്ക് ഇതിന്റെ വലിയൊരു എന്താ പറയാ, അത് ഭയങ്കര രസം അങ്ങനൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നെ പോലെ ഉള്ളവർക്കാണ് അതൊക്കെ തോന്നുക. പക്ഷെ ഞാനൊന്നും അങ്ങനല്ലേ, നമുക്ക് പിന്നെ അത് സ്ഥിരം. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു അറിയാം, ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചൂണ്ടലേറ്റേണ്ടി വരും. ഇങ്ങനെ മീനുണ്ടോ മീനില്ല എന്ന് ഞങ്ങൾ നോക്കൂല, ചൂണ്ടലിടും. ഇതാണ് ഞങ്ങളൊരാൾ. രമണീയമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് അപ്പുറത്തേക്കൊന്ന് പോയാലോ, അവിടെ റോഡുണ്ട്, അവിടെയും റോഡുണ്ട്, ഇതേപോലെ അപ്പുറത്തും ഉണ്ട്. ഞങ്ങോട്ട് ഇതാവല്ലേ, പിന്നെ വന്നോന്നാവും. നമുക്ക് 5 മണിക്ക് ട്രെയിനാണേ, 5 മണിക്ക് ട്രെയിനിന് അവിടെ എത്തണം. ഇനി നേരം വൈകി, ഇനി 8 മണി 9 മണിക്കാണ് ട്രെയിന്. നേരെ എത്ര മണിക്ക് അവിടെ എത്തറിയോ? ഞങ്ങൾ ഒരു വല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റോഡൊക്കെ കണ്ടോ, മറ്റേ ഇതിലുള്ള നിഗൂഢത നിറഞ്ഞ വഴി അല്ലേ? നിഗൂഢത ഇവിടെ ഒരു പക്ഷെ എനിക്ക് പകലുള്ള ഒരു പ്രേതത്തിന് ഭയങ്കര പേടിയാണ്. ആ പ്രേതം നിങ്ങൾക്ക് ഞാൻ പറയാതെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എവിടുക്ക പഴം ആരാന്റെ പഴം കാണുമ്പോത്തിന് ഇതേണ്ട, പഴം കണ്ടു ഞാൻ എൻ്റെ നമ്മളെ കണ്ണു പോണ ഒരു പോക്കി. ശേ കളത്തി, നാട്ടുകാരെ കള്ളത്തി, നാട്ടുകാരെ കള്ളത്തി. അപ്പി ഇവിടെ അല്ല, കാസർഗോഡും അല്ല. അപ്പി എന്ന് പറയുന്നത് തിരുവനന്തപുരം. എന്നാ നമുക്ക് എന്നാലേ നമ്മളപ്പുറത്ത് പോട്ടെ. നമ്മൾ വണ്ടി കാത്തു നിൽക്കായിരുന്നു, വണ്ടി വന്നോ എന്നറിയില്ല. പോയേക്ക് പോവാ. ഇല്ല വലിയ പതുക്കണമെന്നില്ല. അയ്യോ എന്നാലും ഒന്ന് പതുക്കി പോയാലോ. നമുക്ക് ഇറങ്ങിപ്പോകാം ഗൈസ്, ഇറങ്ങിപ്പോകാം. വരുത്തി നടന്ന് വരുന്നു, നമുക്കിതിലൂടെ പോകാം. വീണങ്ങണാ? ഇനിയും വീണോളും. അവിടുന്ന് കുറേ നടക്കാണ്ട്, അതാണ്. അതിൽ നമുക്ക് നടന്നു പോകായിരുന്നു. ഇതല്ലേ ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സ്ഥലം. നമ്മൾ പോകാൻ നോക്കട്ടെ, നമ്മളെ വണ്ടി വന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ട് ബസ്സിലാണ്. അങ്ങനെ നമ്മളെ 2 കോക്ടെയിലൊക്കെ വാങ്ങി, നേരം വൈകി, ട്രെയിനിന് നേരം വൈകി, എന്നാലും വാങ്ങിയിട്ടേ കുടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. കോക്ടെയിൽ എന്നാ പാപ്പാ അപ്പോൾ നമ്മളതാ കോക്ടെയിലൊക്കെ വാങ്ങി പാർസൽ കുടിച്ചു. ഇൻ്റെ കുടിക്കല്ലേ, ഓള് ഇൻ്റെതും കുടിച്ചാണ്ട് പോവാണ്. എങ്ങനെയുണ്ട് കോക്ടെയിൽ? എങ്ങനെയുണ്ട്? ഇതെല്ലാം സാധനം ഇൻ്റെ അടുത്ത് തരിക. അപ്പം ഞാൻ ഇൻ്റെ 2 സാധനം ഓളെടുത്തും കൊടുത്തു. എല്ലാം പിന്നെ അല്ല ഫോണ്, ഓളെ ബാഗ് എല്ലാം ഞാൻ മുടിച്ചണമെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കണ കാര്യം. വാ ട്രെയിനേ മിസ്സാവും. ഞാൻ എൻ്റെ കോക്ടെയിൽ കുടിച്ചു കഴിഞ്ഞു, ഓൾത് ഇപ്പോഴും കുടിച്ചു കഴിഞ്ഞു. ആസ്വദിക്കണം, ആസ്വദിച്ചിട്ടേ കുടിച്ചു. വേറെ അതെനിക്കറിയാം, അത് ഓരോട് ചോദിക്കണം. പുഴുങ്ങിയതാണോ? ഞാൻ കടിച്ച് ചമച്ച് തിന്നു.
സത്യം പറഞ്ഞാൽ ഇത് ഇരുന്ന് നല്ല ആസ്വദിച്ച് കുടിക്കണം. നമുക്ക് എത്തിയപ്പോത്തിന് നേരം വൈകി. അവിടെ പോയി കൂട്ടുകാരൻ്റെ അടുത്ത് പോയി കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. അവിടെ പോയി എടുത്ത് വന്നപ്പോത്തിന് കുറച്ച് നേരം വൈകി. ഇവിടെ എത്തിയപ്പോത്തിന് ഇങ്ങോട്ട് പുക ആയിട്ടാണ് ഞങ്ങൾ കുടിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഇതിൽ കൂടിയാണ്, പരേഡ് ഗ്രൗണ്ടാണ് ഇവിടുത്തെ പോലീസ് പരേഡ് ഗ്രൗണ്ട്. കണ്ടോ? ഓ അടിപൊളി ഗ്രൗണ്ട് അല്ലേ, നല്ല രസമുണ്ട്. ഇത് കുറേ കളിച്ചിട്ട് ഇന്നാളെ നമ്മൾ വയനാട് പോയപ്പോൾ നമ്മളെ കളി ഞാൻ കണ്ട്. വയനാട് പോയപ്പോൾ കറങ്ങാത്ത നല്ലപോലെ ശരിക്ക് കൈയിട്ട് അടിക്കാനറിയില്ല. ഇങ്ങനെ മറ്റേ ഭീഷണി കാറ്റേ വരുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നാൽ ഞങ്ങൾ ട്രെയിനിങ് മിസ്സാവും. ഞങ്ങൾ വേഗം പോയിട്ട് ട്രെയിൻ കയറ്റി എന്നിട്ട് ബാക്കി വിശ്വസിക്കും. അങ്ങനെ കഴിച്ച് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ട്രെയിൻ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് പഠിച്ചോനറിയാം. നമ്മൾ എന്തായാലും പോയേക്കണം. എൻ്റെ കുടിച്ച് കഴിഞ്ഞില്ലേ? വേമ്പ ട്രെയിൻ പോയി. എക്സലേറ്ററോട് കടന്നു പോകാം. എക്സലേറ്റർ ഇങ്ങനെ കയറാം. ഓടിക്കതച്ച് നമ്മൾ വന്നിട്ട് 5:05 നമ്മൾ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഇവിടെ കണ്ണൂർ സ്റ്റോപ്പിൽ ഒരു അരമണിക്കൂറെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. ഇല്ല, 6 മണിക്ക് തിരൂരിക്കാണ് കയറിയത്. നമുക്ക് പോകേണ്ടത് താന്നൂർക്കായിരുന്നു, പക്ഷേ തിരൂർക്ക് കയറി. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഞാൻ നേരത്തെ ബസ് ഉണ്ടാവുമെന്നാവും തിരൂരിൽ നിന്ന്. എത്ര മണി വരെ ഉണ്ടാവും ബസ്? അപ്പോൾ എന്തായാലും പോയിക്കട്ടെ. ഞാൻ 6 മണിക്കാണ്. 6 മണി വരെ നമ്മളിവിടെ പോസ്റ്റ് ട്രെയിൻ കയറി. ഞാനിവിടെ ഒരുത്തി അവിടെ പാവം കെടുക്കാനായിട്ട് കയറിയതാണ്. പക്ഷെ കിടന്നിട്ട് ഒരു രസമില്ല. ആ ഓൾക്കിഞ്ഞിപ്പോൾ അവിടെ ഒരു ബെഡും കൂടി ഇട്ട് കൊടുക്കുക, തലയണിയും ഒക്കെ സെറ്റാക്കി കൊടുക്കുക. ആദ്യമായിട്ടാണ് ഇതിൻ്റെ മേലൊക്കെ കയറുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് ഒരു ബ്രെഡ് ഓംലേറ്റ് തിന്നാൻ ഒരു ഭയങ്കര ഒരു പൂതി. അപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഓർഡർ ചെയ്തേക്കണം. കാണോ, സത്യം പറയാം രാവിലെ 8:30 ഇറങ്ങിയതാണ്. 12 മണിക്കൂറല്ലേ, 12 മണിക്കൂർ ട്രാവൽ. ട്രെയിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്റ്റ് എടുത്തിട്ടില്ല. അല്ല ചടപ്പ്, യാത്രയിൽ വലിയ ചടപ്പ് വന്നിട്ടില്ല. പക്ഷെ ഒരു ഇങ്ങനെ കാറ്റ് ഓവറായിട്ട് മുഖത്ത് ഇങ്ങനെ കൊള്ളുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, അങ്ങനെ പ്രശ്നം. അപ്പം എന്തായാലും ബ്രെഡ് ഓംലേറ്റ് അത് തിന്നോ, ഓംലേറ്റ് പറ്റേ വിശന്നിട്ട് വയ്യ. അങ്ങനെ വന്ന് നമ്മളെ ബ്രെഡ് ഓംലേറ്റ് വന്നിട്ട് ഒരുത്തി കഴിക്കാൻ തുടങ്ങി. ഇവിടെ തിന്നാൻ തുടങ്ങി അവള്, ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടാ. നല്ലതാണ്. സോസ് ഇവിടെ, സോസ് അതാണ്. ഇനിയിപ്പോൾ അത് എടുത്തെടുക്കണം. സോസ് ഇല്ലാതെ അവൾക്ക് ഇറങ്ങൂല. എന്നാ കേക്ക് ഞാൻ തിന്നോക്കട്ടെ. പറഞ്ഞിരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ തിന്നിട്ട് ഞാൻ മാറ്റിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ വന്നിട്ട് വേറെ ഒന്നിനും വന്നിട്ടില്ല. പോയി കുളിച്ച് എന്നിട്ട് ഹാലായവൻ ഒരു സമാധാനം കിട്ടും. ഒന്ന് കുളിച്ചു, ഞാനും അവളും കുളിച്ച് വന്നു. അത് അവിടെ കെടുക്കണം, സമാധാനം. എന്താല്ലേ കുളിച്ചാണ്ട് വന്നാണ്ട് തന്നെ എനിക്ക് എടുക്കാൻ തോന്നുന്നു. നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് ഇന്ന് കളിയുണ്ട്. ഇന്ന് അർജന്റീനയുടെ കളിയാണ്. അർജന്റീന ജയിക്കാൻ പ്രാർത്ഥിക്കണേ. ഇത് പോസ്റ്റ് ചെയ്യൽ നാളെയായിരുന്നു. അപ്പോൾ ഞാൻ പോയി നിസ്കരിക്കട്ടെ. ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ഓക്കെ ബൈ. ലൈക്ക് ബൈ ബൈ.